നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനം പിണറായിക്ക് എട്ടിന്റെ പണിയാകുന്നു. വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനം പിൻവലിക്കുമോ? CPM നയത്തിനെതിരാണ് തീരുമാനം. വിഷയത്തിൽ പിണറായിയോട് എതിർപ്പിലാണ് CPM ദേശീയ നേതൃത്വമെന്നാണ് റിപ്പോർട്ടുകൾ. പുഷ്പനെ ജീവശവമാക്കി കിടത്തിയിട്ട് സ്വകാര്യ സർവകലാശാലകൾക്ക് പച്ചക്കൊടി കാണിക്കാനുള്ള പിണറായി തീരുമാനം പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നാണ് യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നിലപാടെന്ന് വിവരങ്ങൾ. യെച്ചൂരിക്ക് പിരികയറ്റുകയാണ് MA ബേബി. കേന്ദ്ര നേതൃത്വത്തിനും ചെലവിന് കൊടുക്കുന്നത് പിണറായി വിജയനാണ്. യെച്ചൂരി നാവടക്കാൻ പറഞ്ഞാൽ മൂപ്പര് നാവടക്കേണ്ടി വരും. എന്നാൽ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് യെച്ചൂരിക്ക് മിണ്ടാതിരിക്കാനും ആകില്ല. ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് കേന്ദ്ര നേതൃത്വത്തിന് രഹസ്യ പരാതികൾ പോയിട്ടുണ്ടെന്നാണ് അടക്കം പറച്ചിൽ. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും PB അംഗം MA ബേബിയും വിദേശ സർവകലാശാലയിൽ നയം മാറ്റണമെന്ന അഭിപ്രായക്കാരാണ്. സ്വയംഭരണാധികാരത്തോടെയുള്ള വിദേശ സർവകലാശാലകൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ ഘടനയെയും പരമാധികാരത്തെയും ബാധിക്കുമെന്നാണ് CPMന്റെ ദേശീയ നിലപാട്. വിദേശ സർവകലാശാലയ്ക്കുള്ള UGC നടപടികളെ വിമർശിച്ച് 2023 ജനുവരി 7 PB പുറപ്പെടുവിച്ച പ്രസ്താവനയിലും ഈ നയമാണ് നിഴലിക്കുന്നത്. പാർട്ടി നയത്തിന് വിരുദ്ധമായി ബജറ്റിൽ നിർദ്ദേശം വന്നത് കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിലേക്ക് മാത്രമായി CPM ശക്തി ചുരുങ്ങി. ഈ സാഹചര്യത്തിൽ അതിശക്തനായ മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിർക്കുക CPM ദേശീയ നേതൃത്വത്തിന് കരുത്തുമില്ല. ഏകപക്ഷീയമായ പ്രഖ്യാപനം CPM സംസ്ഥാന നേതൃത്വവും അറിഞ്ഞില്ല എന്നാണ് സൂചന. വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള സർക്കാർ തീരുമാനം അത് പിണറായി വിജയന് കാശടിച്ചു മാറ്റാനുള്ള നയമാണെന്നാണ് പാർട്ടിയിൽ നിന്ന് പോലും ചിലർ പറയുന്നത്. പൊടുന്നനെയാണ് ഇത്തരത്തിലൊരു നീക്കം പൊട്ടിമുളച്ചത്. പാർട്ടിയിൽ പലരുമായും ഇതേക്കുറിച്ച് ചർച്ചകൾ പോലും നടന്നിട്ടില്ല. ബജറ്റിലെ ഈ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെയാണ് പലരും ഈ വിവരം അറിയുന്നത്. ഇതോടെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നത്. കണ്ണൂർ CPMൽ ഇത് വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പലർക്കും ഇതിനോട് എതിർപ്പാണ്. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. എന്തുകൊണ്ട് MV ഗോവിന്ദൻ വാ തുറക്കുന്നില്ല എന്നതാണ് പ്രധാന ചോദ്യം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായും കൂടിയാലോചന നടന്നിട്ടില്ല എന്നതാണ് വിവരങ്ങൾ. ഈ നയവ്യതിയാനം ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വത്തിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. തിരുത്തൽ നടപടി ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പ്രതിഫലിച്ചേക്കും. SFIയും എതിർപ്പുമായി രംഗത്തുണ്ട്. ഇതിൽ വലിയ ആശങ്ക ഞങ്ങൾക്കുണ്ടെന്നും ഞങ്ങളുടെ ആശങ്ക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് SFI പറയുന്നത്. SFIക്ക് ഇതിൽ വലിയ ഒരു അടി കിട്ടിയിരിക്കുന്നത് മലയാളികൾക്ക് അറിയാമായിരിക്കും. TP ശ്രീനിവാസനെ പൊതുമധ്യത്തിൽ എടുത്തിട്ട് തല്ലിയ ആൾക്കാരാണ് CPM. അതും അദ്ദേഹം വിദേശ സർവകലാശാലകളെ കുറിച്ചുള്ള ചർച്ചകൾക്കായി എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു നീക്കം നടന്നത്. വിദേശ ഏജന്റ് എന്നാണ് അന്ന് പിണറായി വിജയൻ പോലും TP ശ്രീനിവാസനെ അപമാനിച്ചത്. ആ പിണറായി വിജയനാണ് അധികാരത്തിലിരുന്നപ്പോൾ വിദേശ സർവകലാശാലകൾക്ക്, അതായത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാൻ ബജറ്റിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ നടപടി സർക്കാരിന് വലിയ തലവേദനയായി മാറുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. വിദേശ സർവകലാശാലയോടുള്ള സമീപനത്തിൽ CPM നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ബജറ്റിലെ നിർദ്ദേശം വിശദമായി വായിച്ചിട്ടില്ല. അത് മനസ്സിലാക്കിയ ശേഷം പാർട്ടി പരിശോധിക്കുമെന്നാണ് PB നേതാക്കളുടെ പൊതു അഭിപ്രായം. ഫീസ് നിശ്ചയിക്കാനും അധ്യാപകരെ നിയമിക്കാനും സ്വയംഭരണ അധികാരം നൽകി വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള UGC നീക്കത്തെ എതിർക്കുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തെ ഇകഴ്ത്തുന്ന ഈ നടപടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ ദുഷിപ്പിക്കും. UGCയുടെ നീക്കം ഉന്നത വിദ്യാഭ്യാസ രംഗം നേരിടുന്ന വെല്ലുവിളി നേരിടാൻ സഹായകരമല്ലെന്നാണ് PB നേരത്തെ വിഷയത്തിൽ നടത്തിയ പ്രതികരണം. 2023 ഈ നിലപാടിൽ നിന്നും മാറേണ്ട സാഹചര്യം നിലവിൽ ഇല്ല. അതുകൊണ്ടുകൂടിയാണ് വിദേശ സർവകലാശാലയിലെ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി ബാലഗോപാലിനും എതിരാകുന്നത്. തുല്യതയുടെയും സുതാര്യതയുടെയും തത്വങ്ങൾ അടിത്തറയാക്കി പുതിയ UGC മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള അവസരങ്ങൾ പരിശോധിക്കും. ഏകജാലക ക്ലിയറൻസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഡ്യൂട്ടി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചാർജുകളിൽ ഇളവുകൾ, വൈദ്യുതിക്കും വെള്ളത്തിനും സബ്സിഡി നിരക്ക്, നികുതി ഇളവുകൾ, മൂലധനത്തിന്മേലുള്ള നിക്ഷേപ സബ്സിഡി എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ
ഈ നിക്ഷേപ പോളിസിയുടെ ഭാഗമായിരിക്കുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനം. വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ കേന്ദ്രം അന്തിമ തീരുമാനമെടുക്കട്ടെ എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നേരത്തെ പറഞ്ഞത്. ഈ നയപ്രഖ്യാപനവും പെട്ടെന്ന് മാറി. വിദേശ സർവകലാശാല വന്നാൽ വിദ്യാഭ്യാസ രംഗം വാണിജ്യവൽക്കരിക്കപ്പെടുമെന്നും മന്ത്രി നേരത്തെ വിശദീകരിച്ചിരുന്നു. നന്നായി പ്രവർത്തിക്കുന്ന വിദേശ സർവകലാശാലകളൊന്നും ഇന്ത്യയിൽ കേന്ദ്രങ്ങൾ തുറക്കാൻ തൽപരരാവില്ല. വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്ന മൂന്നാംകിട സർവകലാശാലകളെ വരാനിടയുള്ളൂവെന്നും മന്ത്രി വിശദീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ബജറ്റിൽ ബാലഗോപാൽ ഈ നിലപാടെടുത്തതെന്ന് ആർക്കും പിടികിട്ടുന്നുമില്ല. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വിദേശ സർവകലാശാലകളെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ശപഥം ചെയ്തതിന്റെ 13ാം വാർഷികത്തിലാണ് അതേ സർവകലാശാലകൾക്ക് സ്വാഗതവുമായി പിണറായി സർക്കാർ എത്തിയത്. പിണറായി CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് വിദേശ സർവകലാശാലയ്ക്കെതിരായ നയം സ്വീകരിച്ചത്. പിണറായി മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ നയം ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന വിമർശനവും ശക്തമാണ്. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകണമെന്ന അഭിപ്രായം ഉയർന്നപ്പോൾ CPM അതിനെ വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കിയിരുന്നു. അന്ന് കേരളത്തിൽ VS സർക്കാരായിരുന്നു. വിദേശ സർവകലാശാലകൾക്കെതിരായ CPM നയം നിയമസഭ രേഖകളിലും വേണമെന്ന് തീരുമാനിച്ചു. 2010 ജൂലൈ 7-ന് C രവീന്ദ്രനാഥ് ശ്രദ്ധ ക്ഷണിക്കലായാണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. വിദേശ സർവകലാശാലകൾ ഇന്ത്യയിലെത്തിയാലുള്ള ദോഷവശങ്ങൾ, രാജ്യത്തെ സംസ്കാരത്തിന് സംഭവിക്കുന്ന അപജയങ്ങളുമൊക്കെ വിസ്തരിച്ച രവീന്ദ്രനാഥിന്റെ വാക്കുകൾ തുടർന്നത് ഇങ്ങനെ: തനത് നയത്തിന്റെ ഘടകവിരുദ്ധമായ സമീപനമാണ് വിദേശ സർവകലാശാലകളുടെ വരവ്. അവിശ്വസനീയമെന്നോ വിചിത്രമെന്നോ എന്നേ ഇതിനെ പറയാൻ കഴിയുകയുള്ളൂ. രാജ്യത്തിന്റെ സാധ്യതയെയും ബൗദ്ധിക മികവിനെയും കുറിച്ച് അറിയാത്തതാണ് ഈ തെറ്റായ നീക്കത്തിന് കാരണമെന്ന് കരുതുന്നു. വിഷയത്തെ താത്വികമായി വിലയിരുത്താൻ ശ്രമിച്ച MA ബേബി പ്രസംഗം അവസാനിപ്പിച്ചത് ഇങ്ങനെ: വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയുടെ വാതായനങ്ങൾ തുറന്നുകൊടുക്കുന്നത് ഇന്ത്യയിലെ സർവകലാശാലകളുടെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെയും വളർച്ചയ്ക്ക് ഒട്ടും സ്വീകാര്യമല്ല. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിലുള്ള വ്യത്യസ്ത നിലപാട് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. രവീന്ദ്രനാഥിന്റെ അനുബന്ധ ചോദ്യം: വിദേശ സർവകലാശാലകൾ ഇവിടെ വന്നാൽ ഇവിടെ നിന്ന് വിദേശത്ത് പഠിക്കാൻ പോകുന്നവർ ഇവിടെ തന്നെ പഠിക്കുമെന്ന അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നോ? യോജിക്കുന്നില്ല എന്ന് MA ബേബി മറുപടിയും കൊടുത്തു. അങ്ങനെ സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ കൊടി പിടിച്ച ആൾക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നപ്പോൾ ഇതെല്ലാം മാറ്റി പറഞ്ഞ് വിദേശ സർവകലാശാലകൾക്ക് പച്ചക്കൊടി കാണിക്കാൻ തയ്യാറാകുന്നത്. ഇതിന് പിന്നിൽ പിണറായി വിജയന് കാശ് തടയുമെന്ന താല്പര്യം മാത്രമാണുള്ളതെന്നും വാദങ്ങൾ ശക്തമാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.